നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ എങ്ങോട്ട് വേണേലും പോവും. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ബിരിയാണി കഴിച്ചാലേ? ബിരിയാണി കഴിക്കാം, ഉറപ്പായിട്ടും കഴിക്കാം. ബിരിയാണി ചോയ്സ് അധികം ഇല്ല. ഒന്നീ പാരഗൺ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ടോപ്പ് ഫോം വേണം നമുക്ക് പരീക്ഷിക്കാം. ടോപ്പ് ഫോം നോക്കാം. കാലിക്കട്ട് ടോപ്പ് ഫോം ഫേമസ് അല്ലേ? അതെ അതെ, അവിടെ പോയിട്ടില്ല. പഴയ ഹോട്ടലല്ലേ ടോപ്പ് ഫോം, പാരഗൺ, സാഗർ ഒക്കെ കാലിക്കട്ടിലെ മെയിൻ ലീഡിങ് ഹോട്ടൽസ് ആണ്. പഴയ വിന്റേജ് ഹോട്ടൽസ് ആണ്. അതൊക്കെ ടോപ്പ് ഫോം ഇവിടെ തുടങ്ങിയ കുറെ ആളുകൾ നമ്മൾ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെ വരാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് നോമ്പായിരുന്നല്ലേ? നോമ്പായിരുന്ന കാരണം കുറച്ചാണ് വെജിറ്റേറിയൻ ആയിരുന്നല്ലോ, കഴിക്കാൻ പറ്റിയില്ല. അതിന്റെ കേടങ്ങ് തീർത്തേക്കാം. അങ്ങനെ നമ്മൾ ടോപ്പ് ഫോം എത്തി. ഇതിപ്പോൾ വൈറ്റ് ലൈൻ വരുമ്പോഴത്തേക്ക് നമ്മൾ യൂ ടേൺ എടുത്തിട്ട് സർവീസ് റോഡിൽ കയറണം, എന്നാലേ നമുക്ക് ടോപ്പ് ഫോമിൽ എത്താൻ പറ്റുള്ളൂ. അത്യാവശ്യം പാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ നല്ല തിരക്കുണ്ടെന്ന് സൺഡേ ആയതുകൊണ്ട്. സോ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറി നോക്കാം. അങ്ങനെ അകത്തോട്ട് കയറുമ്പോഴത്തേന് ടോപ്പ് ഫോം കാണാൻ പറ്റും. അങ്ങനെ ഒരു സീറ്റും കിട്ടി ഭാഗ്യത്തിന്. പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. നല്ല രസമുള്ള ആർട്ട് വർക്ക് അല്ലേ, നല്ല ഭംഗിയുണ്ട്. ആൻഡ് യെസ്, നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. മെനു എല്ലാം വന്നിട്ടുണ്ട്, ചുമ്മാ നോക്കാം. പക്ഷെ നമ്മളെന്തായാലും ബിരിയാണി ഓർഡർ ചെയ്യത്തുള്ളൂ. എന്നാലും നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ബിരിയാണി വന്നിട്ട് ബീഫ് സലാഡ്, ഓക്കെ അല്ലേ? കാമോ ഒരു കയ്യിൽ ഗോപ്രോ ആയതുകൊണ്ട് അച്ഛനാണ് വിളമ്പി തരുന്നത്. മട്ടൻ ബിരിയാണി അല്ലേ? ബീഫാണ്. മതി 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 മതി. നല്ല സോഫ്റ്റ് ബീഫ് പീസാട്ടോ. ഓക്കെ, നീ ബീഫ് പീസും റൈസും മാത്രം ഒന്ന് കഴിച്ചു നോക്കാം, ഇങ്ങനെയുണ്ട് നോക്കിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മലബാർ സ്റ്റൈലിൽ ബിരിയാണിയാണ്. ബീഫ് ബിരിയാണി നല്ല. ഇതല്ലേ ഡേറ്റ്സും മാങ്ങയാണ്. പക്ഷേ ഡേറ്റ്സും നാരങ്ങ തോന്നുന്നു. ഡേറ്റ്സും നാരങ്ങ തോന്നുന്നു. നല്ല അച്ചാറ്, പപ്പടം. നമ്മൾ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഹാഫ് ആട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ റൈസ് പറഞ്ഞപ്പോഴത്തേന് അതിൻ്റെ കൂടെ ഈ സൈഡുകളെല്ലാം വന്നു. നമുക്ക് കുറച്ച് റൈസും ആ മട്ടണും ചേർത്ത് ഒന്നുകൂടെ കഴിച്ച് വെക്കാം. സംഭവം നല്ല ടേസ്റ്റ് ആട്ടോ. അടിപൊളി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല കഴിച്ചു, ഇവിടെ ഭയങ്കര തിരക്കാണ്. ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുത്ത് പെട്ടെന്ന് കഴിക്കാം. ബീഫ് ബിരിയാണി കഴിച്ചത് സംഭവം ഉഷാറായിരുന്നു. നമുക്കിനി മട്ടൻ ബിരിയാണി കഴിച്ച് നോക്കാം. മട്ടൻ ബിരിയാണിക്കകത്ത് പീസും ഉണ്ട്, റൈസ് അത്യാവശ്യമുണ്ട്. സോ ഒരാൾക്ക് കഴിക്കാൻ അത് അടിപൊളിയാണ്. പക്ഷേ ടേസ്റ്റ് കാരണം നമ്മൾ കുറച്ചുകൂടെ റൈസ് പറഞ്ഞു. റൈസും അടിപൊളിയായിട്ടോ, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ്. മട്ടൻ ബിരിയാണി എങ്ങനെ നോക്കട്ടെ. മട്ടൻ ബിരിയാണി ടോപ്പ് ഫോമിൻ്റെ മട്ടൻ ബിരിയാണി ആണല്ലോ നോക്കുക. അപ്പോൾ മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് അടിപൊളി. മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടോ? സോഫ്റ്റ് അല്ലേ? സോഫ്റ്റ് അല്ലേ? ടേസ്റ്റ് ഉണ്ട്. വെരി ഗുഡ്. റൈസും നല്ല. ബിരിയാണിയൊക്കെ കഴിച്ചു. നമ്മൾ ലൈം ജ്യൂസും പറഞ്ഞു. ആൻഡ് എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ്. ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി രണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സോ അവിടെ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി?
എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാ ഇഷ്ടപ്പെട്ട, ബീഫാണോ മട്ടനാണോ? ബോത്ത് ആർ ഗുഡ്. ബോത്ത് ആർ ഈക്വലി ഗുഡ്. ഈക്വലി ഗുഡ്. മട്ടൺ ഒരു പൊടിക്കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മട്ടൺ കൂടുതൽ ഇഷ്ടമായോണ്ടായിരിക്കും മട്ടൺ കുറച്ചുകൂടെ നല്ല. ഏതായാലും കൊള്ളാം, എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. രണ്ട് നല്ല ടേസ്റ്റ്. എറണാകുളത്ത് ബിരിയാണി സ്പോട്സ് കുറവാണ്, ദം ബിരിയാണി സ്പോട്സ് കുറവാണ്. അതിനകത്ത് ഇപ്പം ഏതായാലും ടോപ്പ് ഫോം വന്നതുകൊണ്ട് നല്ല ബിരിയാണി, പാരഗണ്ണും ടോപ്പ് ഫോമുടെ കോമ്പറ്റീഷനായി. ഏതായാലും കൊള്ളാം, നല്ല 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 പ്രൈസ് ആണെങ്കിലും വലിയ കൂടുതൽ എന്ന് പറയാനില്ല. ഹാഫ് ബിരിയാണിയാണ് പറഞ്ഞത്. ബീഫിൻ്റെ ഹാഫ് ബിരിയാണി 200ഉം മട്ടൻ്റെ ഹാഫ് ബിരിയാണി 250. റീസണബിൾ പ്രൈസാണ്. നല്ല സർവീസാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, ഭയങ്കര തിരക്കാണ്. അതായത് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ വെയിറ്റിംഗ് വന്നില്ല അല്ലേ. ഡബിൾ സീറ്റ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. 3 പേരായിരുന്നേ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അതെ, 2 പേരായതുകൊണ്ട് ഡബിൾ സീറ്റിലിരുന്നു. അതുകൊണ്ട് അത് ആൾക്കാരില്ലെങ്കിൽ 2 പേരായിട്ട് വരാൻ ശ്രമിക്കുക. അങ്ങനെ ഒരാളായിട്ട് വന്നാലും കുഴപ്പമില്ലെങ്കിൽ ഹോളിഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വെയിറ്റ് ചെയ്യേണ്ടി വരും, തിരക്കുണ്ടാവും. പാർക്കിംഗ് ഉണ്ട്, പക്ഷേ തിരക്കുള്ളപ്പോൾ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗൈസ്, ഇതാണ് ബില്ല്. ഓക്കെ അല്ലേ, പോസ് ചെയ്ത് നോക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ പിനിഐസിൽ പോയി. പേട്ടയിലുള്ള പിനിഐസിലാട്ടോ പോയത്. അപ്പോൾ നമ്മൾ സ്ഥിരം ഇവിടെ വരുന്നതാണ്. ആൻഡ് നമുക്ക് എന്തെങ്കിലും ഐസ്ക്രീം കഴിച്ചാലോ? അച്ഛനാണെങ്കിൽ എന്തോ കാരമൽ കോക്കോണോ അങ്ങനെ എന്തോ ഒരു ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് കഴിച്ചേ. ഇഷ്ടമായി തോന്നുന്നു. ഞാൻ സാധാരണ ഡിലൈറ്റാണ് കഴിക്കുന്നത്, പക്ഷേ ഡിലൈറ്റ് എന്തോ അന്ന് തീർന്നു പോയി. ഇത് കുക്കീസ് ആൻഡ് ക്രീമാണ്. സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളി. ഏതാ? ക്രീം ആൻഡ് കുക്കീസ് ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബൈ.